സാമ്പത്തികമായി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരായ കർണാടകയുടെ ഡൽഹി സമരം ഇന്നാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ ഇതിന് നേതൃത്വം കൊടുക്കും. നാളെയാണ് കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഡൽഹിയിലെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്? അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ കർണാടകയും കേരളവും നടത്തുന്ന സമരത്തെക്കുറിച്ച്. ഡൽഹിയിലെ അന്തരീക്ഷം ഇപ്പോൾ അത്ര കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ്. തണുപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നിന്ന് കുറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെയും ഇന്നും അടക്കമുള്ള ദിവസങ്ങളിലുള്ളത്. തണുപ്പില്ല എന്നല്ല, തണുപ്പുണ്ട്. പക്ഷേ സഹിക്കാൻ പറ്റുന്ന വിധത്തിൽ, ഒരു ആസ്വദിക്കാൻ പറ്റുന്ന തണുപ്പായി അന്തരീക്ഷം മാറിയിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് അതിന് കാരണമായിട്ട് ഉള്ളത്. എന്നാൽ ഇന്നലത്തേതിൽ നിന്നും അന്തരീക്ഷത്തിലെ മലിനീകരണത്തിന്റെ തോത് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട്. മറ്റേതെങ്കിലും വിധത്തിൽ ഈ വാഹന ഗതാഗതത്തെ ഒന്നും ബാധിക്കുന്ന വിധത്തിലേക്ക് അന്തരീക്ഷ പ്രശ്നങ്ങളൊന്നും എത്തിയിട്ടില്ല. തണുപ്പും ഒന്നും എത്തിയിട്ടില്ല. മൂടൽമഞ്ഞിന്റെ പ്രശ്നങ്ങളും പല മേഖലകളിലും ഇല്ല എന്ന ഒരു രീതിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. പതുക്കെ തണുപ്പിൽ നിന്നും ഈ ഉത്തരേന്ത്യ മുഴുവനും കൊടും തണുപ്പിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അന്തരീക്ഷം നല്ല രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് നമുക്ക് ഇന്നടക്കം ആരംഭിക്കുന്ന സമരങ്ങൾക്കും അങ്ങനെ സമരത്തിന് വേണ്ടി ഇവിടെ എത്തുന്നവർക്കും അതൊരു ഗുണമായിട്ട് മാറുമെന്ന് വേണം കരുതാൻ. സമരത്തിന് പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഡൽഹി എത്തിയിരിക്കുന്നു. കർണാടകത്തിന്റെ സമരം ഇന്നാണ് നടക്കുക, കേരളത്തിൻ്റെത് നാളെയാണ്. കർണാടകം ആരോപിക്കുന്നതും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെ സ്വീകരിക്കുന്ന സമീപനങ്ങൾ, അത് അവിടുത്തെ BJP സർക്കാർ മാറി കോൺഗ്രസ് സർക്കാർ വന്നതിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ്. അവിടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലേക്ക് ആ സർക്കാരിനെ നയിക്കുന്ന വിധത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങൾ. വിവിധ പദ്ധതിയുമായി ബന്ധപ്പെട്ടും കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള വലിയ അവഗണന തങ്ങൾ നേരിടുന്നുണ്ട്. ഈ വിഹിതം അനുവദിക്കുന്നതിലും പദ്ധതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ അവഗണന തുടരുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടകത്തിലെ സർക്കാരും അവിടെയുള്ള ജനപ്രതിനിധികളും ഇന്ന് ഡൽഹിയിൽ സമരം നടത്താനായിട്ട് എത്തുന്നത്. ജന്തർ മന്ദറിൽ തന്നെയാണ് സമരം നടത്തുന്നത്. നാളെ കേരളത്തിന്റെ സമരമാണ് നടക്കുന്നത്. കേരളവും വളരെ ശക്തമായിട്ടുള്ള ഒരു സമരം ആണ് നടത്താനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിനായി ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് മന്ത്രിമാരടക്കമുള്ള എല്ലാവരും, എല്ലാ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒക്കെ നാളെയോടുകൂടി എത്തും. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ പോലും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളെയും മലയാളി അസോസിയേഷൻ ഒക്കെ സാന്നിധ്യം ഈ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു സമരത്തിന് ജന്തർ മന്ദർ വേദിയാകാനായിട്ട് പോവുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുകയാണെന്ന് SKന് അറിയാമല്ലോ. ആ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ സമരം നടത്തുമ്പോൾ അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തും എന്ന വിധത്തിലാണ്. ഇന്ന് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച പാർലമെന്റിൽ നടക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയിൽ കേരളത്തിന് വലിയ അവഗണനയാണ് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ, അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അംഗങ്ങൾ സംസാരിച്ചിരുന്നു. അതിനുള്ള മറുപടി കൂടി ഒരുപക്ഷെ ഇന്ന് നിർമ്മല സീതാരാമൻ പറയും. അതോടുകൂടി ഈ രംഗം കൊഴുക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഉള്ള വാദപ്രതിവാദങ്ങൾക്കും ഡൽഹി ഇന്ന് വേദിയാകും എന്ന് ചുരുക്കം. SK. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.